കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇടത് വലത് മുന്നണികൾ ശക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. UDFിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന KR ശശിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നാലും ഭരണത്തെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ ആദ്യം തണുപ്പൻ പ്രതികരണമായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നതെങ്കിലും ഇത് പൂർണ്ണമായും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 7 വീതം അംഗങ്ങളുള്ള ഇടതു വലത് മുന്നണികളിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം കാര്യമായി ഭരണമാറ്റത്തെ സ്വാധീനിക്കില്ല എങ്കിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കി LDF പാളയത്തിൽ നിന്നുള്ള നേതാവിന് വൈസ് പ്രസിഡന്റ് ആവാമെന്ന രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള പഞ്ചായത്ത് വാർഡിൽ ഒരു പുത്തൻ രാഷ്ട്രീയ നീക്കം അസാധ്യമാണെന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഇരു മുന്നണികളും ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള സാധ്യതകൾ പൂർണ്ണമായും അറിഞ്ഞ ശേഷം അതിനെ മറികടക്കുവാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ഇരു മുന്നണികളും രാഷ്ട്രീയ നേതൃത്വം തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എന്നാൽ സാധ്യതാ പട്ടികയിൽ പലരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരിൽ കൂടുതൽ മികച്ചവരാരെ എന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നുണ്ട്. UDFിൽ കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ്. LDFിൽ CPM ആണ് രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും നേതൃത്വം നൽകുന്നത്. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതി നറുക്കെടുപ്പിലൂടെയാണ് TS രമാദേവി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ലീലാമ തോമസ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു.